എൻ്റെ അടുത്ത് ആ കഴിഞ്ഞ അടുത്തത് നീയാണ്, നിന്റെ കൂടത്തിന് കാത്തിരുന്നൊക്കെ പബ്ലിക്കായിട്ട് കമന്റ്. ഇതൊരു അഭിപ്രായ വ്യത്യാസത്തിന്റെ വിഷയമല്ല. പൾസർ സുനി ഗുരുതരമായ ഒരു കേസിൽ കോടതി കുറ്റം തെളിയിച്ച ഒരാളാണ്. ഇൻസ്റ്റഗ്രാമിൽ പാർക്കർ ഫോട്ടോഗ്രാഫി എന്ന പേരുള്ള ഒരുത്തൻ വിധി വന്നതിന് ശേഷം ഇപ്പോഴിതാ പൾസർ സുനിയെ മാസ് BGM ഇട്ടും സിനിമാറ്റിക് എഡിറ്റുകളിലൂടെയും. പൾസർ സുനിയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് പുതിയൊരു വോയിസ് കിടന്ന് കറങ്ങുന്നുണ്ട്. പുതിയതല്ല, കുറച്ച് നാൾക്ക് മുന്നേ വന്നൊരു വോയിസാണ്. പൾസർ സുനിയുടെ ഗേൾ ഫ്രണ്ടിൻ്റെ വോയിസാണ്. അതായത് പൾസർ സുനിയെ കാണുന്നില്ല, പൾസർ സുനിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഇനി എന്ത് ചെയ്യും അതായത് എന്നൊക്കെ ചോദിച്ചിട്ട് കരഞ്ഞ് നിലവിളിക്കുന്ന ഒരു കാമുകിയുടെ വോയിസാണ്. ഈ കാമുകിയുടെ കാര്യമൊക്കെ ആലോചിക്കുമ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സഹതാപം തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു പെൺകുട്ടിയും ഇവൻ്റെയൊക്കെ ട്രാപ്പിൽ വന്ന് പെട്ടതായിരിക്കും അല്ലേ. പൾസർ സുനിയുടെ ഒരു കൂട്ടുകാരൻ്റെ ഒരു വീഡിയോ എൻ്റെ കാസറ്റ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ ഹക്കീം പുറത്തു വിട്ടിട്ടുണ്ട്. നമുക്ക് ആദ്യം ആ ഒരു വീഡിയോ ഒന്ന് കാണാം. എൻ്റെ അടുത്ത് ആ കഴിഞ്ഞ അടുത്തത് നീയാണ്, നിന്റെ കൂടത്തിന് കാത്തിരുന്നൊക്കെ പബ്ലിക്കായിട്ട് കമന്റ്. ഇതൊരു അഭിപ്രായ വ്യത്യാസത്തിന്റെ വിഷയമല്ല. പൾസർ സുനി ഗുരുതരമായ ഒരു കേസിൽ കോടതി കുറ്റം തെളിയിച്ച ഒരാളാണ്. ഇൻസ്റ്റഗ്രാമിൽ പാർക്കർ ഫോട്ടോഗ്രാഫി എന്ന പേരുള്ള ഒരുത്തൻ വിധി വന്നതിന് ശേഷം ഇപ്പോഴിതാ പൾസർ സുനിയെ മാസ് BGM ഇട്ടും സിനിമാറ്റിക് എഡിറ്റുകളിലൂടെയും മാറ്റവൽക്കരിക്കുന്ന രീതി അതിനെ ചോദ്യം ചെയ്യുന്നവരെ കമന്റ് സെക്ഷനിൽ അധിക്ഷേപിക്കുകയും അശ്ലീല വീഡിയോയുടെ തുടക്കം ഒരു വോയിസ് നിങ്ങൾ കേട്ട് കാണും. അതിജീവിതയുടെ അവസ്ഥ കണ്ടല്ലോ, ഇനി അടുത്ത നിനക്കായിരിക്കും ഇത് എന്നുള്ള രീതിയിൽ പല പെൺകുട്ടികളുടെ അടുത്തും ഈ രീതിയിലുള്ള കമന്റുകളാണ് ഇടുന്നത്. അതായത് പൾസർ സുനിയായിട്ടുള്ള വീഡിയോസൊക്കെ ഈ പറയുന്ന പേജിൽ ഷെയർ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിൻ്റെ താഴെ തെറിവിളികൾ വരും. അപ്പോൾ തെറിവിളികൾ വരുമ്പോഴത്തേക്ക് യവൻ കൊടുക്കുന്ന മറുപടിയാണിത്. എന്തുവാണ് ഇത്? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നിയമത്തിനെയൊക്കെ പബ്ലിക്കിന് മുന്നിൽ വന്ന് ചോദ്യം ചെയ്യുമല്ലേ? ഇതൊന്നും ഒരു മനുഷ്യരും കാണുന്നില്ലേ? ശരിക്കും ഇവിടെ വീണ്ടും ഏറ്റവും കൂടുതൽ വേദനിക്കപ്പെടുന്ന ആരാണ്? ഈ പറയുന്ന അതിജീവിതയല്ലേ. ഇപ്പോൾ ഒരു മനുഷ്യർക്കും ഇതിനെപ്പറ്റി ചോദിക്കാൻ വേണ്ട, സംസാരിക്കാൻ വേണ്ട. മീഡിയക്കാരാണെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ദിലീപിനെ എങ്ങനെയെങ്കിലും അകത്തിട്ടേ പറ്റത്തോളം എന്നും പറഞ്ഞിട്ട് അവരതിൻ്റെ പുറകെ നടക്കുന്നത്. ഇതൊന്നും ഇവന്മാരൊന്നും കാണുന്നില്ലേ? ആക്രമിക്കുകയും ചെയ്യുന്ന സമീപനമായി വന്നിട്ടുണ്ട്. ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഇത്രയും ക്രൂരത കാണിച്ച ഒരുത്തൻ്റെ വീഡിയോസാണ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് മാസ് BGM കുത്തിക്കയറ്റിയിട്ട് പബ്ലിക്കിൻ്റെ മുന്നിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം തന്തയില്ലായ്മയാണെന്ന് എനിക്കിത് മനസ്സിലാകുന്നില്ല. ഇതൊക്കെ ചോദിക്കാനും പറയാനും പ്രതികരിക്കാനും ഒരു മനുഷ്യരും ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പം നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്കൊക്കെ എന്തുമാത്രം വിലയാണ് കൊടുക്കുന്നതെന്ന്. ഞാൻ എന്താ കമന്റ് സെക്ഷനിൽ പോയിട്ട് ലേശം ഉളുക്കുക എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു. അപ്പോഴത്തേക്കും പാർക്കർ ഫോട്ടോഗ്രാഫി ചേട്ടൻ അങ്ങ് ഉള്ളാക്കി മോനെ പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് ആ അടുത്തത് നീയാണ്, നിന്റെ കൂടത്തിന് കാത്തിരുന്നൊക്കെ പബ്ലിക്കായിട്ട് കമന്റ്. വെറും ഒരു സോഷ്യൽ മീഡിയ പ്രശ്നമല്ല ഇത്. നമ്മുടെ ലീഗൽ സിസ്റ്റത്തെയും അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളെയും സ്ത്രീ സുരക്ഷയും നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണിത്. തീർച്ചയായിട്ടും നമ്മുടെ ലീഗൽ സിസ്റ്റത്തിനെയൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലോട്ടാണ് പോകുന്നത്. സോഷ്യൽ മീഡിയയിൽ വന്നിട്ടാണ് ഇമാതിരി തെമ്മാടിത്തരം കാണിക്കുന്നത്. പൾസർ സുനി എന്തോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം മേടിച്ചു കൊടുക്കാൻ പോയെന്നുള്ള രീതിയിലാണ് യവൻ ഇങ്ങനെ വന്നിരുന്നിട്ട് ഓരോ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇടുന്നത്. ഈ പൾസർ സുനി എന്ന് പറയുന്നവൻ ആരാണ് എന്ന്, അവൻ്റെ ഹിസ്റ്ററി എന്താണെന്ന് ജനങ്ങൾക്ക് മൊത്തം അറിയാം. അപ്പോൾ ഇത്രയും കുറ്റം ചെയ്ത് ഒരുത്തനെ ഒക്കെ ഇങ്ങനെ വന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് പുച്ഛമാണ് തോന്നുന്നത്. ഇതിൻ്റെ കമൻറ്റ് ബോക്സൊക്കെ നിങ്ങളൊന്ന് കാണണം. ഈ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ സുനിയെ ഭയങ്കര രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. സുനിച്ചേട്ടൻ മാസ് എന്നൊക്കെ പറഞ്ഞ് ഈ തന്തയില്ലാത്തരം ചെയ്തവനൊക്കെ മാസ് എന്നും പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. ഇവൻ കോടതിയിൽ പൊട്ടിക്കരയുമായിരുന്നു. അയ്യോ എനിക്കൊരു അമ്മയേ ഉള്ളൂ വീട്ടിൽ, എനിക്ക് മാക്സിമം ശിക്ഷ കുറച്ച് കിട്ടണമെന്ന് പറഞ്ഞിട്ട്. ഇവൻ ഈ ഒരു കുറ്റം ചെയ്യുന്ന സമയത്ത് ഇവൻ അമ്മയെ പറ്റിയൊന്നും ചിന്തയൊന്നുമില്ലായിരുന്നോ? പൾസർ സുനി എന്ന് പറയുന്ന ഒരു സിനിമാ കഥാപാത്രമല്ല. അയാൾ ഒരു യഥാർത്ഥ കുറ്റകൃത്യം ചെയ്തതായി കോടതി കണ്ടെത്തിയ വ്യക്തിയാണ്. ഇത്തരത്തിലുള്ള പോസ്റ്റുകളും കമന്റുകളും യഥാർത്ഥത്തിൽ ബാധിക്കുന്നത് അതിജീവിതയും സ്ത്രീകളെയുമാണ്. ഒരു സ്ത്രീ ഈ വീഡിയോസ് കാണുമ്പോഴോ കമന്റ് സെക്ഷൻ വായിക്കുമ്പോഴോ അവർ ചിന്തിക്കുന്നത് എന്തായിരിക്കും? കുറ്റവാളികൾക്ക് ആരാധകരുണ്ട്, നീതി ചോദിക്കുന്നവർ കുറ്റക്കാരാകുന്നു, സ്ത്രീകളെ അപമാനിക്കുക എന്ന് പറയുന്നത് സാധാരണമായ ഒരു സംഭവമാണ്. ഇങ്ങനെ തന്നെയല്ലേ അവർ ചിന്തിക്കുക? ഇതുപോലെയുള്ള പാർക്കർ ഫോട്ടോഗ്രാഫിമാര് കുറ്റവാളികളാണെങ്കിലും ആഘോഷിക്കാൻ ഞങ്ങളെപ്പോലെയുള്ളവരുണ്ടെന്നുള്ള മനോഭാവം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് തെറ്റായ സന്ദേശമാണ് സമൂഹത്തിൽ. കുറ്റം തെളിഞ്ഞ ഒരാളെ മഹത്വവൽക്കരിക്കുന്നത് തെറ്റാണെന്ന് ഇനിയും മനസ്സിലാക്കാത്തവർ ഈ സമൂഹത്തിൽ ഉണ്ടെന്നുള്ളതാണ് സത്യം. അതിജീവിതക്കും നീതിക്കും മനുഷ്യത്വത്തോടൊപ്പമാണ് ഉത്തരവാദിത്തം കാണിക്കേണ്ടത്, അല്ലാതെ ഇതുപോലെയുള്ള വേട്ടപ്പട്ടികളോടല്ല. വളരെ കറക്റ്റാണ്. കാര്യം ബാക്കിയുള്ള പെൺകുട്ടികളാണ് സത്യം പറഞ്ഞാൽ ഇവിടെ ഒരുപാട് മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നത്. പ്രത്യേകിച്ച് ആ അതിജീവിതയുടെ കാര്യം, ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ കാണുമ്പം ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ എന്തുമായിരിക്കും ഇവിടെ. ആ പെൺകുട്ടിയുടെ കുറച്ച് നാളുകൾക്ക് മുന്നേ വന്ന ഒരു ഇൻ്റർവ്യൂ ഉണ്ട് ഒരു ഇംഗ്ലീഷ് ചാനലിനകത്ത്. പുള്ളിക്കാരത്തി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് കോർട്ടിൽ നടന്ന വിസ്താരത്തെ പറ്റിയിട്ട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ പെൺകുട്ടി കടന്നു വന്ന വഴികൾ. അപ്പോഴേ നമുക്കതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി മനസ്സിലാക്കാൻ പറ്റൂ. നിങ്ങളെല്ലാവരും ആ ഒരു വീഡിയോ പോയി കാണണം, എങ്കിലേ നിങ്ങൾക്കത് കൂടുതലായിട്ട് ഈ ഒരു വിഷയത്തിൻ്റെ ക്ലാരിറ്റി കിട്ടത്തുള്ളൂ. ഇത്രയും ചെറ്റത്തരം കാണിച്ച് ഈ ഒരു പരമനാറിയൊക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഒക്കെ ഇടുക എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, ഒന്നും പറയാനില്ല.
എന്തായാലും ഇനി പൾസർ സുനിയുടെ കാമുകിയുടെ വോയിസ് നമുക്കൊന്ന് കേൾക്കാം. ആ എഴുത്തുകാരൻ പല്ലിശ്ശേരി പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതും കൂടി ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം കേട്ടോ. ഹലോ ചേച്ചി. ഹലോ ചേച്ചി, ടിവിയിലൊക്കെ ന്യൂസ് കണ്ടോ ചേച്ചി? ഞാനത് കണ്ടു. ഞാൻ അതിന്റെ പിന്നാലെ എന്താണ് ഏതാണെന്നുള്ളത് അന്വേഷിക്കാൻ പോയിട്ടില്ല. ന്യൂസ് ഒക്കെ ഭയങ്കര വേറെ രീതിയിലാണല്ലോ പറയുന്നത്. ആണ് സംഭവം. ഞാനും കണ്ടു. ഞാനും ഈ സാധനം ഇങ്ങനെ കണ്ടുള്ളൂ. എനിക്ക് യാതൊരു കോണ്ടാക്റ്റും ഇല്ല. കോണ്ടാക്ട് ഇല്ലാന്നുള്ള ഞാൻ മനഃപൂർവ്വം ചെയ്യാത്തതാണ്. കാരണം ഇതെന്ന് പറഞ്ഞാൽ നാട്ടക്കേസാണ്, അല്ലാണ്ട് സാധാ ഒരു ലെവലല്ല. മനസ്സിലായോ? നമ്മളൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഇതിൽ ജീവിക്കുന്ന ആൾക്കാരാകുമ്പോൾ ഇത് നമ്മളിതിന്റെ പിന്നാലെ നോക്കിക്കഴിഞ്ഞാൽ നാട്ടക്കേസ്. ഇന്നലെ എന്നെയും കൂടി വിളിച്ചു, ആലുവയിൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും പറഞ്ഞിട്ടുമില്ല എന്റെ അടുത്ത്. ഒരു നല്ല കാര്യത്തിനാ പോണേ, എന്റെ അടുത്ത് ചോദിക്കരുത് എന്താന്നൊന്നും ചോദിക്കരുത്, അങ്ങനെയാ പറഞ്ഞ എന്റെ അടുത്ത് ലാസ്റ്റ്. അതായത് അവസാനമായിട്ട് പറഞ്ഞത് ഞാനൊരു നല്ല കാര്യത്തിനാണ് പോകുന്നത്, എന്നോട് എന്താണ് ഏതാണെന്നൊന്നും ചോദിക്കരുത് എന്ന്. അതായത് കൈ നിറയെ പൈസ കിട്ടുമല്ലോ ഇങ്ങനെയുള്ള പരിപാടി കാണിച്ചിട്ട് കൊടുക്കേണ്ടവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ. കൊള്ളാം എന്തായാലും. ഞാൻ വിളിക്കില്ല അങ്ങനെ. കാരണം ഇതെന്തായാലും വിളിക്കരുത് കേട്ടോ. വിളിക്കാൻ ശ്രമിക്കുക, നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ശ്രമിക്കുക, ഒന്നും ചെയ്തേക്കരുത്. ഇവർക്ക് അറിയില്ലാണ്ട് പുലിമലകളിൽ ചെന്ന് ചാടാൻ. അവിടെ അല്ല, ഇപ്പൊ അതിനൊന്നും ശ്രമിക്കണ്ട. ശ്രമിച്ചാൽ എല്ലാവരും കൊടുക്കും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഒന്നും വേണ്ട, സൈലന്റ് ആയിട്ടിരിക്കുക. ഞാനും എല്ലാ രീതിയിലും ഞാൻ സൈലന്റ് ആയിട്ടിരിക്കുകയാണ്. ഇത് പെട്ടെന്നൊന്നും മുരിപ്പ് പോരാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി വരെ ഇടപെട്ടിട്ടുള്ള കേസാണ്. അയ്യോ, ഇനിയിപ്പോ എങ്ങനെ കോണ്ടാക്ട് ചെയ്യോ? അറിയില്ല. നീ അതിനെന്തായാലും ശ്രമിക്കണ്ട. ഇപ്പൊ തൽക്കാലം നീ അവിടെ അടങ്ങി നിൽക്കും. ഒന്നാമത് നിനക്ക് ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നമുണ്ടേ. ആവശ്യമില്ലാത്തതിലൊന്നും നിൽക്കണ്ട. നീ നിനക്ക് അടുത്ത വല്ല സാധനം വീട്ടുകാർ തരാൻ നിൽക്കണ്ട. അപ്പൊ നിന്റെ കാര്യങ്ങൾ നോക്കി നീ എന്താ പറയാ, നിന്റെ ഇതുമായിട്ട് നിനക്ക് യാതൊരു ഇൻവോൾവ്മെന്റും ഇല്ല, നീ ഇതുമായിട്ട് ഒരു പ്രശ്നവും ഇല്ല എന്നുള്ള രീതിയിൽ വളരെ വളരെ എന്താ പറയാ കൊയറ്റായിട്ട് അവിടെ നിൽക്കുക. മനസ്സിലായി? ഫുള്ളായിട്ട് വിട്ടു എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുക. കാരണം ഇത് പെട്ടെന്നൊന്നും ഊരി പോരാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇപ്പൊ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്തായാലും അപ്പൊ ഇതാണ് ആ ഒരു വോയിസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പെൺകുട്ടിയുടെയൊക്കെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കുക. ആ പെൺകുട്ടിയും ഇതുപോലെ ഇങ്ങനെ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞിട്ട് തീർച്ചയായിട്ടും ട്രാപ്പ് ചെയ്തതായിരിക്കും, അല്ല വേറെ ഒന്നുമല്ല. ഇപ്പം നിലവിൽ എനിക്ക് തോന്നുന്നില്ല ആ ഒരു പെൺകുട്ടി ഇവനുമായിട്ട് റിലേഷൻ ഉണ്ടെന്ന്. ഇത് മേ ബി പണ്ടത്തെ വോയിസാണ്. തീർച്ചയായിട്ടും ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഏതൊരു പെൺകുട്ടിയിലും ഇട്ടിട്ട് പോകത്തില്ലേ. പക്ഷേ ഇവിടെ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ ആ ഒരു പാർക്കർ എന്ന് പറയുന്ന ആ ഒരു ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ഒരു പേജ് ഉണ്ടല്ലോ, അതിൻ്റെ താഴെ ഈ സുനിയുടെ റീൽസിൻ്റെ താഴെ പെൺകുട്ടികൾ വരെ വന്ന് കമൻ്റ് ഇട്ടിട്ടുണ്ട്. അതാണ് ഇവിടെ അതിശയപ്പെടുത്തുന്ന വേറൊരു കാര്യം. ഒന്ന് ആലോചിച്ചോണം നിങ്ങൾ, ഒരു സ്ത്രീയുടെ അടുത്ത് ഇത്രയും ക്രൂരത കാണിച്ചിട്ട് ഇവനെ പോലെയുള്ള തെമ്മാടികളെ പിന്നെയും സപ്പോർട്ട് ചെയ്യുന്ന പെണ്ണുങ്ങളുടെ അടുത്ത് എനിക്ക് പുച്ഛമാണ് എനിക്ക് തോന്നുന്നത്. ഇനി ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു വാർത്ത കേൾക്കാം. അതായത് ഇവൻ്റെ ഒരു കത്തിൻ്റെ ഒരു കേസുണ്ടല്ലോ, 2017 ഇവൻ ജയിലിൽ കിടന്നിട്ടൊരു കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു ദിലീപിനെ അന്നും പറഞ്ഞിട്ടുള്ള രീതിയിൽ. അതിനുശേഷം പിന്നെ എന്തോ ഒരു കത്തിൻ്റെ ഒരു സീനുണ്ട്. കോടതിക്ക് എന്തുകൊണ്ടാണ് ഈ കത്തിൻ്റെ കേസ് കൺവിൻസ്ഡ് ആവാത്തതെന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് വാർത്തയിൽ പറയുന്നുണ്ട്. അത് ഞാൻ അവിടെ കേൾപ്പിക്കാം. നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനിയുടെ കൈപ്പടയെക്കുറിച്ച് കോടതിയുടെ നിർണായക നിരീക്ഷണങ്ങൾ. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ ചില രേഖകളിൽ സുനിയുടെ കൈപ്പട അവിശ്വസനീയമെന്ന് കോടതി. സുനിയുടെ കത്തിൽ അക്ഷരത്തെറ്റില്ലാത്തത് അത്ഭുതകരമാണ്. കത്ത് വ്യക്തവും മനോഹരവുമായ കൈപ്പടയിലാണ്. 2017 സുനി എഴുതിയ കത്തിൽ നിരവധി അക്ഷരത്തെറ്റുകളുണ്ടെന്നും കോടതി. 1 വർഷത്തിനകം സുനിയുടെ കൈപ്പട ഇത്രയും മെച്ചപ്പെട്ടത് എങ്ങനെയെന്നും കോടതി ചോദിച്ചു. നിധിൻ സേവ്യർ വിവരങ്ങൾ നൽകും. നിധിൻ, ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട 1-ാം പ്രതി പൾസർ സുനിയുടെ കത്തുമായി ബന്ധപ്പെട്ടാണ് കോടതിയിൽ നിന്ന് ചില നിരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. എത്ര ഗൗരവതരമായ നിരീക്ഷണങ്ങളാണവ? എന്തൊക്കെയാണ് കോടതിയുടെ സംശയങ്ങൾ ഈ കത്തുമായി ബന്ധപ്പെട്ട്? ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുള്ള വിധിപ്പകർപ്പ് പുറത്തു വരുമ്പോഴാണ് ഇത്തരം ചില വിവരങ്ങൾ കൂടി അതിനൊപ്പം പുറത്തു വരുന്നത്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ ഹാജരാക്കിയ ചില രേഖകളിൽ അതിലുള്ള പൾസർ സുനിയുടെ കൈപ്പടകളിലാണ് ഇത്തരത്തിലൊരു സംശയം കോടതി പ്രകടിപ്പിച്ചിരിക്കുന്നത്. അതായത് പ്രധാനമായും അക്ഷരത്തെറ്റില്ലാത്ത കത്ത്. അതായത് പൾസർ സുനി ആദ്യം കോടതിയിൽ സമർപ്പിക്കുന്ന ഒരു കത്തിൽ വലിയ തോതിലുള്ള അക്ഷരത്തെറ്റുകളുണ്ടായിരുന്നു. അത് വായിച്ചെടുക്കാൻ കോടതിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രോസിക്യൂഷൻ പിന്നീട് ഹാജരാക്കിയ ഒരു കത്ത്, പൾസർ സുനി എഴുതിയെന്ന് അവകാശപ്പെട്ട് പ്രോസിക്യൂഷൻ ഹാജരാക്കിയ ഒരു കത്ത്, അതിൽ പൾസർ സുനിയുടെ കൈയക്ഷരം അത് വളരെ മനോഹരമായാണ് കാണപ്പെടുന്നത്. ഒരൊറ്റ അക്ഷരത്തെറ്റ് പോലും ഇല്ലാതെയാണ് അത് കാണപ്പെടുന്നത് എന്നാണ് കോടതി വിലയിരുത്തുന്നത്. കേട്ടല്ലോ. അപ്പം ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ഗൂഢാലോചനയില്ലേ? നിങ്ങൾ തന്നെ പറ.
കാര്യം ആദ്യം ഇവ എഴുതുന്ന കത്തിനകത്ത് ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. പിന്നെ ഇവൻ ഇത്ര വ്യക്തമായിട്ടും ഒരു തെറ്റുകളും ഇല്ലാതെ ഇവ എങ്ങനെ എഴുതി എന്നുള്ളൊരു ചോദ്യമാണ് കോടതിക്കുള്ളത്. അതായത് കോടതി തന്നെ അത്ഭുതപ്പെട്ടു എന്നുള്ള രീതിയിലാണ് ഇവിടെ സംസാരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ വ്യക്തമായിട്ട് ആരുടെയൊക്കെയോ കളികളുണ്ട്. പിന്നെ ഒരു മേഡത്തിൻ്റെ ഒരു കേസ് ഭയങ്കരമായിട്ട്, അതായത് ഇവൻ മേഡം എന്ന് വിളിക്കുന്നത് ആരാണെന്നുള്ളതിൻ്റെ ഒരു വ്യക്തത നിലവിൽ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഇടയ്ക്ക് വെച്ചിട്ട് കാവ്യ മാധവനാന്നുള്ള പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഇതിൻ്റെ ഒരു ക്ലാരിറ്റി പ്രോപ്പറായിട്ട് വന്നിട്ടില്ല. ഇതിൻ്റെ പിന്നിലൊക്കെ എന്തെങ്കിലുമൊക്കെ സത്യങ്ങളുണ്ടെങ്കിൽ ഈ ഒരു വിഷയം വീണ്ടും റീഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ബെറ്റർ. എന്തായാലും ഇനി അപ്പീലിന് പോയിട്ട് വലിയ പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ദിലീപിൻ്റെ വിഷയത്തിലായാലും ദിലീപിനെതിരെ ഒരു തെളിവുകൾ പോലും ഇല്ല. കോടതിക്ക് കൺവിൻസ് ആവുന്ന ഒരു രീതിയിലുള്ള തെളിവുകളും ഇല്ല. അതില്ലാത്തിടത്തോളം കാലം ദിലീപിനെ ശിക്ഷിക്കുന്ന കാര്യം നടക്കുന്ന കാര്യമല്ല, അത് പോസിബിൾ അല്ല. അപ്പം നമ്മൾ വെറുതെ വന്നിരുന്ന് ദിലീപിനെ ചീത്ത വിളിച്ചിട്ട് എന്താണ് അർത്ഥം ഇതിനകത്തുള്ളത്? നിങ്ങൾ തന്നെ പറ. എന്തായാലും ഇതൊക്കെയാണ് നിലവിൽ നടക്കുന്ന സംഭവം. അപ്പം പൾസർ മോനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള ഒരുപാട് വിവരദോഷികളുണ്ട്. അതായത് പെണ്ണുങ്ങളായിക്കോട്ടെ ആണുങ്ങളായിക്കോട്ടെ പൾസർ സുനി ചെയ്തത് എന്തോ വലിയ നല്ല കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്ന ആൾക്കാർ. ഇവരുടെയൊക്കെ വീട്ടിലും ഈ പറയുന്ന അമ്മയും പെങ്ങളും ഒന്നും ഇല്ലെന്നാണ് ഞാൻ ഇവിടെ ചോദിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.